അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്നും ബസ് കയറി, അതായത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത്. വീടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കയറിയത്. മൂവാറ്റുപുഴ കൂടി പോകുന്ന എറണാകുളത്തിന് വന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ അങ്ങനെ കയറി എറണാകുളത്തിന് പോകാൻ തീരുമാനിച്ചു. അല്ലിക്കുട്ടനും നെയ്തിനൊക്കെ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഞങ്ങൾക്ക് ഗിരിധറി പോകുന്നതുകൊണ്ട് മെട്രോയിൽ കയറാൻ തീരുമാനിച്ചു. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മെട്രോ വരാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. നെയ്തിനതിലെ ഓരോ സ്ഥലത്ത് കയറി ഇരിക്കുന്നുണ്ട്. ആത്തും അതിൽ തപ്പിപ്പറക്കി നടക്കുന്നുണ്ട്. അല്ലിക്കുട്ടനാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. വൈഫുമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. മെട്രോ വരാനായിട്ട് ഇനി ഏകദേശം 3 മിനിറ്റ് കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി ഇങ്ങനെ വന്നു. നമ്മൾ ആദ്യം പോകുന്ന ഗിരിധറിലേക്കാണ്, കടവന്ത്രയിലേക്ക്. നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നാണ് കയറുന്നത്. നമുക്ക് അവിടെ ഗിരിധർ ഐ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകണമായിരുന്നു. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് വന്ന് വീണ്ടും ഓട്ടോ എടുത്ത് നമ്മൾ ലുലു പോകാൻ തീരുമാനിച്ചു. മെട്രോയ്ക്ക് തന്നെ. മേളിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഓരോ സ്ഥലങ്ങളൊക്കെ. എന്തായാലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മെട്രോയിൽ കയറുന്നത്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഐറ്റമായിരുന്നു അത്. ആ കാണുന്നതാണ് ലുലു. അങ്ങനെ നമ്മൾ ഏകദേശം ലുലുവിൻ്റെ അകത്തെത്തി. നമ്മൾ UK പ്രൈസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ പിള്ളേരുടെ അതിൻ്റെ മുമ്പിലൊക്കെ നിർത്തി നമ്മളൊരു സെൽഫിയൊക്കെ എടുത്ത് അവരുടെ സൂപ്പർ ഹീറോസ്, അതൊക്കെ അവർക്കൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ നമ്മളവിടെ നിന്നൊരു ഊബറൊക്കെ എടുത്ത് വല്ലാർപാടം പള്ളിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യം വരുമ്പോൾ പോകാൻ നോക്കാറുണ്ട് വല്ലാർപാടം പള്ളിയിൽ. എപ്പോഴും നടക്കാറില്ല, എങ്കിലും പറ്റുന്ന സമയത്തൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 6 വർഷത്തിന് ശേഷം നാട്ടിൽ പോകുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാവാം. എന്തായാലും നല്ല രസമായിട്ട് ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കായാലും നടന്ന് കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഊബർ വെയിറ്റിങ്ങിൽ ഇട്ടിട്ട് ഇതൊക്കെ കാണാൻ പോകുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും വല്ലപ്പോഴല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കണ്ടു, ചകിരി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീ. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. നമ്മുടെ നാട്ടിലെ ചകിരിയൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ക്രിസ്മസ് ട്രീ, അടിപൊളിയായിരുന്നു. എന്തായാലും പള്ളിയുടെ മുമ്പിൽ വെച്ചൊരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അൽസാജ് വൈപ്പിനിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മെനു ഒക്കെ നോക്കിയിരുന്നു. അല്ലിക്കുട്ടനൊക്കെ എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഐറ്റമായിരുന്നു. ആലുവയിലും ഉണ്ട് ഇവർക്ക് ബ്രാഞ്ച്. നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ താടിക്കാരൻ വന്ന് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. TVയുടെ സൈഡിൽ സോസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫുഡ് വരാൻ കുറച്ച് സമയം എടുത്ത്, ഫ്രഷ് ഫുഡ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മളൊരു സെൽഫിയൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മന്തി വന്നു. ഒരു ഫുൾ മന്തിയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂടെ സാലഡ്, സോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പിള്ളേർ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് ലോബ്സ്റ്റർ വന്നു. ലോബ്സ്റ്റർ പക്ഷേ അവർ കഴിച്ചില്ല. പക്ഷെ എന്നാലും പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ലോബ്സ്റ്റർ പിള്ളേർ കഴിച്ചില്ലെങ്കിലും നമ്മൾ കഴിച്ചു തീർത്തു. പിന്നെ നമ്മൾ ഒരു ഓട്ടോ എടുത്ത് വൈപ്പിൻ ജെട്ടി പോയിട്ട് അവിടുന്ന് ജങ്കാർ കയറി ഫോർട്ട് കൊച്ചിക്ക് പോകും. അതാണ് നമ്മുടെ അടുത്ത പ്ലാന്. ഇതൊക്കെ പിള്ളേർക്ക് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. നമ്മളും ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ജങ്കാർ ജെട്ടിയിൽ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഫോർട്ട് കൊച്ചി. നിസ്സാര പൈസയുള്ളൂ ടിക്കറ്റ്. ആ കാണുന്നത് ഫോർട്ട് കൊച്ചിയാണ്. തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമില്ല.
ഇവർ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ സ്ഥലം ഫെമിലിയർ ആണ് ഏകദേശം വീഡിയോയിൽ. പക്ഷെ എന്നാലും നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് അല്ലിക്കുട്ടിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ഇന്ത്യയിലേക്ക്. അങ്ങനെ ഏകദേശം നമ്മൾ ജങ്കാർ ഫോർട്ട് കൊച്ചിയിലെത്തി. നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്കിവിടെ എല്ലാം നടന്നൊന്ന് കാണണം. അതാണ് നമ്മുടെ ഏകദേശം വൈകിട്ടാവാറായി, ഏകദേശം രാത്രിയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇരുട്ടി തുടങ്ങി, നല്ല തിരക്കാണ്. ഇവിടെ എന്തൊക്കെയോ കുറേ മീറ്റപ്പുകളും കാര്യങ്ങളൊക്കെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഓരോരോ സ്റ്റേജ് കെട്ടിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ വിദേശികളെല്ലാം നമ്മൾ കണ്ടു. പണ്ട് കണ്ട പോലത്തെ ഒരു ഫോട്ടോ വെച്ചല്ല, ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നത് 6 വർഷം മുമ്പായതുകൊണ്ട് അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പഴയ ചീനവലയും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. പഴയ ബോയിലേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തായാലും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇവിടെ കടയ്ക്ക് നടക്കാനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു പച്ചയായ മനുഷ്യനെ കണ്ടത്. എന്തായാലും അദ്ദേഹത്തോടും ബൈ ബൈ പറഞ്ഞ് നമ്മളൊരു ഊബറിന് കയറി വീട്ടിൽ പോയി.